നിങ്ങൾ അറിഞ്ഞോ? ഇനി ഹരിത കർമ്മസേന ഇങ്ങോട്ടും ക്യാഷ് തരും. സംശയിക്കേണ്ട, നമ്മുടെ സംസ്ഥാനത്ത് ഈ മാലിന്യം ഹരിത കർമ്മസേന മുഖേന ശേഖരിക്കാൻ പരിപാടി വരുന്നു. ആദ്യഘട്ടത്തിൽ നഗരസഭാ പരിധിയിലാണ് ഈ മാലിന്യ ശേഖരണം നടത്തുന്നത്. വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള ഉപയോഗശൂന്യമായ ഈ മാലിന്യങ്ങൾ ഹരിത കർമ്മസേന മുഖേന വാർഡ് തലത്തിൽ ശേഖരിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ ഭരണ മന്ത്രി ശ്രീ എം ബി രാജേഷ് നിർവഹിച്ചു. സാധാരണ നിലയിൽ വീടുകളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പോലെ തന്നെ ഹരിത കർമ്മസേന അംഗങ്ങൾ നേരിട്ട് വീടുകളിലെത്തിയാവും ഈ മാലിന്യവും ശേഖരിക്കുക. ഇങ്ങനെ കൈമാറുന്ന കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, പ്രിന്റർ, കീബോർഡ്, ടിവി, ഫാൻ, മിക്സി, അയൺ ബോക്സ്, കേബിളുകൾ, ബാറ്ററി, പവർ ബാങ്ക് തുടങ്ങിയവയിൽ റീസൈക്ലിംഗിന് യോഗ്യമായ ഇനങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ചനുസരിച്ചുള്ള വില ലഭിക്കുന്നതാണ്. അനധികൃത സംവിധാനങ്ങൾക്ക് ഈ മാലിന്യങ്ങൾ കൈമാറിയാൽ പലപ്പോഴും മൂല്യമുള്ളവ എടുത്ത ശേഷം ബാക്കിയുള്ളവ ജലാശയങ്ങളിലും മറ്റും വലിച്ചെറിയുന്ന പ്രവണതയാണ്. ഇത്തരം രീതികൾ പരിസ്ഥിതിക്കും മനുഷ്യരുടെ ആരോഗ്യത്തിനും ഗുരുതര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതൊഴിവാക്കി ഈ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാനാണ് ഈ മാലിന്യ ശേഖരണം ആരംഭിച്ചത്. നഗരസഭകളിൽ ആരംഭിക്കുന്ന പദ്ധതി തുടർന്ന് സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കും.